അപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരം എങ്ങനെ ഇരിക്കുന്ന ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? ബിഗ് ബോസിന് നന്നായി പോകും. ബിഗ് ബോസ് കൊണ്ട് യൂട്യൂബിന് ഗുണമുണ്ടായി, യൂട്യൂബ് കൊണ്ട് ബിഗ് ബോസിന് ഗുണമുണ്ടായി. ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ഒന്ന് താഴെ ചെയ്ത്. ആണോ? എന്ത് പറ്റി? അവർ നമ്മളെ കാണിക്കുന്ന രീതി വെച്ചിട്ടാണല്ലോ നാട്ടുകാർ കാണുക. ബിഗ് ബോസിനകത്ത് പോയപ്പോൾ എന്നെ കാണിച്ച ഒരു ഡൗൺ ആയ ഒരു സ്റ്റേജാ. ഓരോരുത്തർക്ക് ഓരോ സ്റ്റോറി ലൈൻ കാണും. അതൊരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള സാധനം. അത് നമ്മൾ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ഞാൻ അബദ്ധം പറ്റിയ ഒരു ദിവസത്തിൽ ചെന്നിനകത്ത് ആടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ദിവസം മലയാളി ഹൗസ് എന്ന് പറഞ്ഞ ഏതാണ്ട് ഇത് തന്നെയാ. ഭയങ്കര കാഷ്വാലിറ്റി ആയിരുന്നു. മലയാളി ഹൗസിനെ പറയരുത്. സന്തോഷ് പണ്ഡിറ്റ് അവിടെ ഉണ്ടായിരുന്നു. ഏത് സമയത്ത് കൃത്യമായിട്ട് ഞാൻ വരാം, ഞാൻ ചായയുടെ വരാം. ഏത് സമയത്ത് കൃത്യമായിട്ട് TV ഓഫ് ചെയ്യണമെന്ന് ആ പ്രോഗ്രാമിനോട് ഞങ്ങൾ മലയാളികൾ പഠിച്ചോ? പക്ഷെ സാർ അല്ല, ഇതുപോലുള്ള പ്രോഗ്രാമിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത് സാർ. കാര്യം പ്രോഗ്രാമിനെ അല്ല, അതിൽ വരുന്ന ആളുകൾക്ക് അനുസരിച്ച് പ്രോഗ്രാമിനെ അല്ല കുറ്റം പറയുന്നത്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നു. ആക്ച്വലി ഇത് സോഷ്യൽ മീഡിയ ആണോ സോഷ്യൽ എക്സിക്യൂഷൻ ആണോ? സോഷ്യൽ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. അതാണ് നടക്കുന്നത്. ഫ്രീഡം ടു സ്പീച്ച്. അല്ല, ഇതിന് ഒരുപാട് നല്ല വശമുണ്ട്. ഇപ്പൊ ഡോക്ടർ ദയക്കൊക്കെ അറിയാം, ഇത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ എന്ത് വേഗത്തിൽ ഉണ്ടല്ലോ സാർ. സ്വർണം ക്ലീൻ ചെയ്യാൻ പൊട്ടാസ്യം വേണം. അതെ, നല്ല വശമുണ്ട്. അല്ല, ഇതിന് ഒരുപാട് നല്ല വശമുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും മറ്റേത് ഉപയോഗിക്കുന്നുള്ളൂ. ഫ്രീഡം ടു സ്പീച്ച് എന്നുള്ള ഫ്രീഡം ടു ഡിസ്ട്രോയ് ലൈഫാക്കി മാറ്റിയപ്പോൾ നമ്മൾ ചോദിക്കും സോഷ്യൽ മീഡിയ ആണോ ഇത് സോഷ്യൽ ടങ് ആണോ? ഞാൻ പിന്നെ വിചാരിക്കുന്ന അറിയോ, എന്തെങ്കിലും ഇനി നാളെ വേണ്ടാത്തൊരു വൃത്തികെട്ട പിക്ചർ എൻ്റെ ഒരെണ്ണം അടിച്ചിറക്കിയെന്ന് വെച്ചു. അറിയാനും മാർഗമുണ്ട്. ഡോക്ടർ ദയ പറയുന്നതിനോടും ടീച്ചർ പറഞ്ഞതിനോടും എനിക്കൊരു യോജിപ്പുള്ളത്, 100 സ്ക്വയർ ഫീറ്റ് കളിക്കളത്തിൽ നിന്നും 6 ഇഞ്ച് സ്ക്രീനിലേക്ക് കുട്ടികളും കുടുംബവും ഒതുങ്ങിയപ്പോൾ ഇവർക്ക് അതിനപ്പുറത്തൊരു ലോകമുണ്ടെന്ന് അറിയാതെ പോയി. അവർക്ക് പറയാനുള്ളത് ആരോടാ? ഇപ്പം നമ്മളെ പല സ്കൂളുകളിലും CBSE, ഞാനിപ്പം ഒരുപാട് സ്കൂളുകളിലെ ട്രെയിനറാണ്, പേരൻ്റൽ ട്രെയിനർ, ടീച്ചേഴ്സ് ട്രെയിനറാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ടീച്ചേഴ്സ് ട്രെയിനിങ് ആണ് ഈ കേരളത്തിൽ. അങ്ങ് വിളിക്കും. ഇപ്പം ഞങ്ങൾ ഇൻഡസ്ട്രി അക്സമൈസേഷൻ നടത്തുന്ന ഗവൺമെൻറ് ഫണ്ടിങ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 6 ഇഞ്ച് സ്ക്രീനിലേക്ക് കുട്ടികൾ ഒതുങ്ങിയപ്പോൾ ഇവിടെ സംഭവിച്ചത്, സാറിൻ്റെ എൻ്റെയൊക്കെ കാലത്ത് പറമ്പിൽ നിന്ന് കയറാന്ന് പറഞ്ഞ് അപ്പം വന്ന് അടിക്കുമായിരുന്നു. ഇന്ന് മുറിയിൽ നിന്ന് ഇറങ്ങണമെന്നും പറഞ്ഞ് അപ്പനെ അടിക്കുമോ പുറത്തേക്ക്? കാരണം ഇവന് ഇതിൽ നിന്നത് പുറത്തിറങ്ങുന്നില്ല. അവനെ പഠിപ്പിച്ചെടുക്കുന്ന ഈ ഒരു ഫ്രെയിം വർക്കിനകത്ത് നിന്നുകൊണ്ട് ആ കുട്ടിക്ക് പ്രതികരിക്കാനുള്ള ലോകം വെറും സോഷ്യൽ മീഡിയ ആയി മാറി. എന്തോ ആ കുട്ടിക്ക് ചോദിക്കാൻ വന്നു താങ്കളോട്. ചോദിച്ചു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരെല്ലാം പറഞ്ഞു കുട്ടികളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, നമ്മളെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഫൈൻ, സോഷ്യൽ മീഡിയ ആവശ്യമാണ്. ജെൻസി ഒന്നല്ല, ഞാൻ കുട്ടികളെ പറ്റി എന്ന് പറഞ്ഞപ്പോ ഒബ്വിയസ്ലി ഇപ്പം അഡൾട്ടാണ് കൺട്രോൾ ചെയ്യേണ്ടത്. കുട്ടികൾക്ക് പിന്നും അവർ യൂസ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ആയിട്ടാണ്. അവർക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പറയുന്ന ഈ പ്രായത്തിലാണെങ്കിലും ടീച്ചറിനെ പോലെ ആണെങ്കിലും ഡോക്ടറിനെ പോലെ ആണെങ്കിലും എല്ലാവരും പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവയർനെസ് കൊടുക്കുന്നത്? അവരെങ്ങനെയാണ് റെസ്ട്രിക്ട് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ വല്ലതും പറയാൻ പോയി കഴിഞ്ഞാൽ പറയും ജോലിയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടം. ഇൻഡിപെൻഡൻ്റ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അത് നമ്മൾ ഏത് ജനറേഷൻ വ്യത്യാസം ഇല്ലാണ്ട് പറയുന്ന സാധനം. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യും? അതിനുള്ള അതോറിറ്റി എവിടെയാണ്? സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നത് ഒരിക്കലും ജെൻസി ക്രൗഡ് അല്ല അവിടുത്തെ അട്രോസിറ്റീസ് ഉണ്ടാക്കി വെക്കുന്നത്. വളരെ കുറവാണ് അവര്. ഞാൻ കാണുന്നത് എപ്പോഴും നമുക്ക് ഓഡിയൻസിന്, സാറിന് അറിയാലോ, നമുക്ക് നമ്മളെ ഓഡിയൻസിന് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക്. ഒരു 35+ ഉള്ള ആളുകളാണ് ശരിക്കും ഈ കമന്റ് ബോക്സിൽ അട്രോസിറ്റി കാണിച്ചു കൂട്ടുന്നത്. ജെൻസി ക്രൗഡ് അവർ നോക്കുന്നില്ല. നമുക്ക് എത്രയൊക്കെ ഉണ്ട് ഇപ്പോൾ? എനിക്കൊരു 8,50,000 ഉണ്ട്. അതുകൊണ്ട് ജീവിച്ചു പോകാമല്ലോ. പിന്നെ ഇഷ്ടം പോലെ അല്ല, ലാക്സും ഒന്നും അല്ല പ്രശ്നം. ഇവിടെ ഒരു കണ്ടന്റ് ഇടുന്ന പ്രശ്നം. ഒരു കണ്ടന്റ് ഒരാൾ പോസ്റ്റ് ചെയ്തു, അതിനകത്ത് യൂട്യൂബിനാണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ടിക്സ് ഉണ്ട്. ഇതിനകത്ത് വന്നില്ല, ഫോട്ടോ ആണ്, അതിനകത്ത് എന്തെങ്കിലും വയലേഷൻ വന്നു, കണ്ടന്റ് ആണ്, അതിനകത്ത് എന്തെങ്കിലും വയലേഷൻ വന്നു, ഇവർ ഈ പറയുന്ന പോലെ ഡോളർ കിട്ടില്ല. ഇത് കണ്ടവനൊന്നും എടുത്ത് കൊടുക്കുന്ന സാധനം അല്ല ഡോളർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് എല്ലാവർക്കും ഡോളർ കിട്ടുമോ? ഇല്ല. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള പേജ് വേണം, ചാനൽ വേണം. ആ മോണിറ്റൈസേഷനിൽ എത്താൻ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ഒരുപാട് രഹസ്യം പറഞ്ഞു കൊടുക്കണ്ട, ഷെയർ ചെയ്ത് പോകും. ഇത്രയും വേണം. ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനൊരു ഒരു ലൈസൻസിങ് അല്ലെങ്കിൽ ഇപ്പോൾ വാർത്താ ചാനലുകളൊക്കെ ഉള്ളതുപോലെ റെഗുലേഷൻ ദേശീയ സർക്കാർ കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ അതിനെക്കുറിച്ചുള്ള സായിയുടെ അഭിപ്രായം എന്തായിരിക്കും? ലൈസൻസിങ്ങിന് പകരം വേണ്ടത് ഒരു ആക്ട് ആണ് വേണ്ടത്. സോഷ്യൽ മീഡിയ ഒരു ആക്ട് വേണം. പ്രായമാണോ അത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.